തൃശ്ശൂരും അതിനകത്ത് വരുമല്ലോ. തൃശ്ശൂർ ഈ അതിർത്തിയിൽ കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും സാമൂതിരിയുടെയും പലപ്പോഴും കൊച്ചിയുടെയും മാറി മാറി വന്നുകൊണ്ടിരുന്നത്. അത് തിരുവിതാംകൂർ ഇടപെട്ടതിന് ശേഷമാണ് തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങൾ പൂർണ്ണമായും കൊച്ചിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടായത്. 64 ഇല്ലങ്ങൾ പരശുരാമൻ സൃഷ്ടിച്ചു എന്നാണല്ലോ. അതിൽ 32 ഇല്ലങ്ങൾ പിന്നെ ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്ക് തുളുനാട്ടിലും 32 തെക്കും എന്നാണ് വയ്പ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ പരശുരാമനൊരു മിത്താണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്കതല്ല വിഷയം. ഇവിടെ നിളാ നദിയുടെ തീരത്ത്, അത് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും ഏതാണ്ട് 10-ലേറെ ഈ പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയുന്ന ഇല്ലങ്ങൾ ഒന്നിച്ച് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പരശുരാമ സൃഷ്ടമായ ഇല്ലങ്ങളുള്ളത്, അല്ലെങ്കിൽ പരശുരാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന് പറയുന്ന ഇല്ലങ്ങൾ കൂടുതലുള്ള തൃശ്ശൂർ ജില്ലയിലാണ്, ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച്. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള രൂപപ്പെട്ടു വന്ന ഒരു മിത്ത്, ഭരതനും പിന്നെ നാലമ്പല ദർശനം, ഇതൊക്കെ കൂടെയാണ് ആദ്യമായി അതിനൊരു സാംസ്കാരിക കേന്ദ്രമെന്നുള്ള ഒരു ഇത് കിട്ടുന്നതിന് പ്രധാന കാരണം. ഒന്ന്, അത് നമ്മുടെ കഥകളി പോലെയാണ്. ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞ കഥകളിയാണ്. പക്ഷേ ഇവിടെ പാവപ്പെട്ട ആദിവാസി കലാരൂപങ്ങളുണ്ട്, പട്ടികജാതിക്കാരുടെ കലാരൂപങ്ങളുണ്ട്, സവർണരുടെ തന്നെ ഓട്ടംതുള്ളലടക്കമുള്ള ബാക്കി എത്രയോ കലകളുണ്ട്. പക്ഷേ കഥകളിക്ക് എന്തുകൊണ്ടോ, അല്ലെങ്കിൽ ആരോ അതായത് ഈ രാജാക്കന്മാരും നമ്പൂതിരിമാരുമാണല്ലോ അതിനെ, ഞാനൊരു നമ്പൂതിരി വിരുദ്ധനൊന്നുമല്ല എങ്കിലും പറയാതിരിക്കാൻ വയ്യ, അവരൊക്കെ കൂടെ പരിഷ്കരിച്ചെടുത്ത ഒരു പ്രാകൃത കലാരൂപമാണത്. ആദ്യം ഈ പാളയിൽ മുഖംമൂടി വെച്ച് കളിച്ചിരുന്ന രാമനാട്ടമാണ് പിൽക്കാലത്തിലേക്ക് വന്നത്. പക്ഷേ ഇതിന് ഈ സവർണ വിഭാഗം, അതായത് നമ്പൂതിരിമാരും ക്ഷത്രിയരുമൊക്കെ പരിഷ്കരിച്ചെടുത്തത് കൊണ്ടും അതിന് ഈ കേരളത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് കഥകളിയിലെ പച്ചവേഷമാണ് എന്നൊരു ധാരണ എങ്ങനെയോ പരന്ന്, അങ്ങനെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതുപോലെ തൃശ്ശൂരിനെ കാണാൻ പറ്റൂ. ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ണൂർ ചെന്ന് നമ്മൾ നോക്കണം. കണ്ണൂരിന് അവർ ഇപ്പോൾ ഈ ഫോക്ക്ലോർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, തെക്കോട്ടും മധ്യ കേരളത്തിന് ഫോക്ക്ലോറിൻ്റെ ഉടമയെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നാണ്. അതുപോലെയാണ് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമെന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു നമ്പൂതിരി വാഴ്ചയിൽ നിന്ന് തുടങ്ങിയ ഒരു സവർണ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു സമ്പൂർണ്ണ സംസ്കാരത്തിൻ്റെ തലസ്ഥാനമെന്ന് പറയാൻ എനിക്ക് മടിയുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ശക്തൻ തമ്പുരാൻ്റെ പഴക്കമല്ലേ ഉള്ളൂ. ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നത് ഇന്നും. ഈ ആറാട്ടുപുഴ പൂരത്തിന് പോയ, അല്ലെങ്കിൽ സമയത്തിന് എത്താൻ കഴിയാത്തവരെയൊക്കെ കൂടെ സംഘടിപ്പിച്ച് സമാന്തരമായി അദ്ദേഹം ആരംഭിച്ചൊരു പൂരമാണ്. പക്ഷെ അതിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു പരസ്യം കിട്ടി. ആറാട്ടുപുഴ പൂരത്തിലാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇത് ശക്തൻ തമ്പുരാൻ്റെ ഇടപെടൽ, ഒരു രാജകീയ പ്രൗഢി, പട്ടണത്തിൻ്റെ കേന്ദ്രീയ സ്ഥാനം, അതിനപ്പുറം ഈ ക്ഷേത്രം, നമ്മുടെ തൃശ്ശൂർ മഹാദേവ ക്ഷേത്രം. മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ. പരശുരാമ സൃഷ്ടമെന്ന് പറയുന്നുണ്ട്, ശങ്കരാചാര്യരുടെ സമാധി അതിനകത്താണെന്ന് പറയുന്നുണ്ട്. ഞാനത് അന്വേഷിച്ച് പോയി. എല്ലാവരും ശങ്കരാചാര്യരുടെ സമാധി പലരും അവകാശപ്പെടുന്നുണ്ട്. ഈ മൈലാപ്പൂരാണ് എന്ന് പറയുന്നവരുണ്ട്, കാഞ്ചിയിലാണ് എന്ന് പറയുന്നവരുണ്ട്, വടക്കേ ഇന്ത്യയിലാണെന്ന് പറയും, എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരും പറയുന്നു അവിടെയാണ്, അവർ സമാധി സ്ഥലമാണ്, അവിടെ ഒരു പ്രത്യേക പോയിൻ്റൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ തൃശ്ശൂർ പൂരവും ശക്തൻ തമ്പുരാനും അതിനു മുമ്പുള്ള ഈ പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയുന്ന ഇല്ലങ്ങളുടെ കൂട്ടായ്മയും, അതിനപ്പുറം മറ്റൊന്നുകൂടിയുണ്ട്. ശങ്കരാചാര്യർ 4 മഠങ്ങൾ സ്ഥാപിച്ചു എന്നും 5 മഠങ്ങൾ സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു. ഒന്ന് ശൃംഗേരി, ബദരി, പുരി തുടങ്ങിയ മഠങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കാഞ്ചി അദ്ദേഹം സ്ഥാപിച്ചു എന്ന് തമിഴർ അവകാശപ്പെടുന്നു. അങ്ങനെ 5 മഠം സ്ഥാപിച്ചു. എത്ര മഠമായാലും ഇതിൻ്റെയൊക്കെ മിനി രൂപങ്ങൾ നമുക്ക് തൃശ്ശൂർ കാണാൻ പറ്റും. നടുവിൽ മഠം, തെക്കേ മഠം, വടക്കേ മഠം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മഠങ്ങളൊക്കെ സ്ഥാപിച്ചു. അപ്പോൾ അതും ഇതിനെ ഒരു സാംസ്കാരിക കേന്ദ്രമായി അടയാളപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരുടേത് സാന്നിധ്യവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മിത്ത്, ഈ പറഞ്ഞ പോലെ പരശുരാമ മിത്തുമായി ബന്ധപ്പെട്ട ഇല്ലങ്ങൾ, ഇവിടുത്തെ മഹാക്ഷേത്രം, അവിടുത്തെ പൂരം,
ശക്തൻ തമ്പുരാൻ്റെ ഒരു ഇടപെടൽ, പിന്നെ തേക്കുംകാട് മൈതാനം എന്ന് പറയുന്ന പറഞ്ഞ് പെരുപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞ് ഇപ്പോൾ അവിടെ തേക്കില്ലെങ്കിലും തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കലാപങ്ങളും സമരങ്ങളും ഒക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഒരു സാംസ്കാരിക തലസ്ഥാനമെന്ന് പറയുന്നത്. അതിനപ്പുറം ഒരു കേരളത്തിൻ്റെതെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ജില്ലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക പട്ടണത്തിന് അങ്ങനെ കൊടുക്കാമോ എന്നുള്ള സംശയം ഇപ്പോഴും എനിക്ക് ഉണ്ട്.